ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ആലോചിക്ക്. എന്നിട്ട് നിനക്ക് ശരിയെന്ന് തോന്നുന്ന തീരുമാനിക്ക്. ഇനി നിനക്കുള്ളത് വിലപ്പെട്ട സമയോ. മക്കളെ വാ, കളിച്ചത് മതി, ചെന്ന് പഠിക്ക്. ശരി. അമ്മ എന്തിനാ കരയുന്നേ? അമ്മ കരയണ്ട കേട്ടോ. ഞാൻ പഠിച്ചു വലുതായി അമ്മയുടെ സങ്കടങ്ങളെല്ലാം മാറ്റിത്തരും, സത്യം. ഈശ്വര, ഞാൻ സ്നേഹിക്കുന്നവരെയൊക്കെ എന്നിൽ നിന്ന് അടർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണല്ലോ ഭഗവാനെ. ഇനിയെങ്കിലും എന്നോട് ഇത്തിരി കരുണ കാണിച്ചൂടെ? കരയല്ലേ അമ്മേ? അമ്മ കരഞ്ഞാ ഞാനും കരയും. ഇല്ലാട്ടോ, മോന്റെ അമ്മ എനിക്കറിയില്ല. ദൈവത്തിന്റെ ഓരോ കളികളെ. 1000 രൂപ തികച്ചെടുക്കാൻ വകയില്ലാത്തവരോട് 36 ലക്ഷം ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ എവിടെ പോയി ഉണ്ടാക്കാനാ? പണമില്ലാത്തവരുടെ കുട്ടികൾക്ക് ഇങ്ങനത്തെ അസുഖം വന്നാൽ മരിക്കല്ലാതെ മറ്റെന്താ മാർഗം? പക്ഷേ ബാലാമണിയുടെ കാര്യം അങ്ങനെയല്ലല്ലോ. ആ അഴകത്തേക്കൊന്നു പോയി കാര്യം പറഞ്ഞാ അവര് സഹായിക്കാതിരിക്കോ? ഒന്നുമല്ലെങ്കിലും അവരുടെ കൂടി രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിന്റെ കാര്യമല്ലേ. എന്താ അമ്മേ മാധവന് പറ്റിയത്? ഒന്നുമില്ല, മോള് കഴിക്ക. 10,000 10,000 ആയിരുന്നെങ്കിൽ എവിടെന്നെങ്കിലും കടം മേടിച്ച് കൊടുക്കായിരുന്നു. ഓഹ്, ഇത് 36 ലക്ഷമല്ലേ? എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് 36 ലക്ഷം പോയിട്ട് 36,000 രൂപ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവനവന്റെ കാര്യം വിട്ട് ആരും ഇപ്പൊ ഒന്നും ചെയ്യാറില്ല. ആരും സഹായിക്കയില്ല. ചെറിയ വല്ല അസുഖമായിരിക്കുന്നേ. ഇപ്പൊ ചെറിയ അസുഖത്തെ വലിയ അസുഖമാക്കി മാറ്റി കാശ് പിഴിയുന്ന ഹോസ്പിറ്റലുകളാ നമ്മുടെ ചുറ്റുപാട് മുഴുവൻ. വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൂടെ കാണിക്കേണ്ടതായിരുന്നു. എക്സ്റേ റിപ്പോർട്ടും സ്കാനിംഗ് റിപ്പോർട്ടും നമ്മൾ കണ്ടതല്ലേ, പിന്നെന്താ? അഴകത്തേക്ക് പോയ 36 ലക്ഷം കിട്ടുമെങ്കിൽ അവള് പോവാതിരിക്കൂ? ആ, അവിടെയും ചിലപ്പോ പ്രശ്നങ്ങളായിരിക്കും. ഇതൊക്കെ ആലോചിച്ച് നമ്മളെന്തിനാ തലപ്പുണ്ണാക്കുന്നേ? അവൾ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. വേഗം കഴിക്ക്, വെള്ളം കുടിക്കണേ. പനിയുമില്ല, തലവേദനയുമില്ല. പിന്നെ എനിക്ക് എന്തുവാണെന്ന് അമ്മ പറയുന്നേ? ഞാൻ വികൃതി കാണിച്ചുകൊണ്ട് അമ്മ കള്ളം പറഞ്ഞതാ? ഇനി അമ്മയുടെ അടുത്ത് വികൃതി ഒന്നും കാണിക്കില്ല കേട്ടോ. ഞാൻ നല്ല കുട്ടിയായിട്ടിരിക്കാം. അമ്മ എന്തിനാ എപ്പോഴും ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നേ? എനിക്ക് അസുഖം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണോ? ഡോക്ടറുകൾ പരിശോധിച്ച പോലെ ഞാനും പരിശോധിച്ചു നോക്കിയല്ലോ. മോൻ അസുഖമൊന്നുമില്ല കേട്ടോ. അമ്മ വിഷമിക്കണ്ട. ഇല്ല, എന്റെ മോനൊന്നുമില്ല. മോൻ അസുഖം വരാൻ അമ്മ സമ്മതിക്കില്ല കേട്ടോ. എന്റെ മോന് ഞാനും, എനിക്ക് മോനും അല്ല ഇത്രയും നാളും കൂട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. നാളെ നമ്മൾ ഒരിടം വരെ പോവാം. എവിടേക്കാ അമ്മ പോണേ? അഴകത്ത് വീട്ടിലേക്ക്. മോൻ ഒരുപാട് ആഗ്രഹമില്ലേ അഴകത്ത് വീട്ടിലേക്ക് പോണമെന്നും അവിടെയുള്ളവരെയൊക്കെ കാണണമെന്നും? ഉണ്ടമ്മേ. നാളെ നമുക്ക് പോവാട്ടോ, അവരെയൊക്കെ കാണാം. നേരാണോ അമ്മേ? നാളെ നമ്മൾ അപ്പൂപ്പനെ കാണാൻ പോവാ. അപ്പൂപ്പന് കൊടുക്കാൻ ഒരു സമ്മാനം മേടിക്കണേ എനിക്ക്. വലിയ ഗേറ്റും ഒരുപാട് മുറികളും കുറെ പൂച്ചട്ടികളുമുള്ള ഒരു വലിയ വീട്, അഴകത്തെ വീട് അല്ലേ അമ്മേ? അതെ, നമ്മുടെ ഈ വീടിനേക്കാളും ഒക്കെ വലിയ വീട്. അവിടെ കുറെ ആൾക്കാർ കാണും. മുറ്റത്ത് 3-4 കാറുകളും, പിന്നെ വലിയച്ഛനും ചെറിയച്ഛനും അമ്മായിമാരും
അങ്ങനെ കുറേ പേരുണ്ടാവും അല്ലേ അമ്മേ? ഓ, വേഗം ഒന്ന് രാവിലെ ആയാ മതിയായിരുന്നു. എന്തിനാ അമ്മേ പിന്നെയും കരയുന്നേ? ഒന്നുമില്ല മോനെ. അമ്മേ, നാളെ അമ്മയെ എന്നെയും കാണുമ്പോ അഴകത്തുള്ളവർക്ക് വളരെ സന്തോഷമായിരിക്കും. അമ്മയ്ക്ക് അറിയില്ല എന്റെ കണ്ണ. എത്രയാ? 20. വാ. ഇതാണോ അമ്മേ അമ്മയുടെ വീട്? ആ അതെ മോനെ. അമ്മേ, അമ്മ ഇവിടെ കുറെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് ആരെയും കാണാനില്ലല്ലോ. വാ നോക്കാം. എന്താ മോളെ? ആരാ? ഈ വീട്ടിലുള്ളവരൊക്കെ എവിടെ? സുമംഗലമ്മയെ തിരക്കി വന്നതാണോ? അവര് മരിച്ചിട്ട് 6-7 കൊല്ലമായി. അവരുടെ മക്കളൊക്കെയോ? 3 ആൺമക്കളാ സുമംഗലയ്ക്ക്. അതിന് മൂത്തവനും അവന്റെ ഭാര്യയും വേറെ ഏതോ രാജ്യത്താ. രണ്ടാമത്തെ ചെക്കൻ കോളേജിലെ സാറായിരുന്നു. സുമംഗല മരിച്ച് കുറച്ചു നാൾ കഴിഞ്ഞ് കോളേജിലെ ജോലിയും കളഞ്ഞ് അവൻ എങ്ങോട്ടോ പോയി. ഏറ്റവും ഇളയവൻ ഒരു മഹാ തല്ലിപ്പൊളിയാ. കുടിയെന്ന് വെച്ച 24 മണിക്കൂറും കുടിയാ. കുറച്ചുകാലം മുമ്പ് വരെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ടിട്ടില്ല. ചിലപ്പോ കുടിച്ചു കുടിച്ച് ചത്തു കാണും. എങ്ങനെ ജീവിച്ച കുടുംബക്കാരാ. ഓരോ വിധി. അല്ലാതെ എന്തു പറയാനാ? അല്ല, പുരാണം പറഞ്ഞെന്ന് ചോദിക്കാൻ വിട്ടു. കൊച്ചേതാ? എവിടുന്നാ വരുന്നത്? ഞാൻ കുറച്ച് ദൂരെന്നാ. ഈ വീടുമായിട്ട് എന്താ ബന്ധം? ഇവിടെയുള്ള ആരെങ്കിലും അറിയായിരുന്നോ? വാ. അല്ല, ഒന്നും പറയാതെ പോവാണോ? നമ്മൾ പോവാണോ അമ്മേ? ഇവിടെ എന്റെ ചെറിയച്ഛനും വലിയച്ഛനും അപ്പൂപ്പനും എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ എന്താ അവരൊന്നും കാണാതെ പോകുന്നത്? എന്താ അമ്മ ഒന്നും മിണ്ടാത്തെ? എന്നാ ഇനി ഞാനും അമ്മയോട് മിണ്ടില്ല. ബാലാമണി, പിന്നെ ബാലമണി, നാളത്തെ പേപ്പറിൽ മാധവനെ കുറിച്ച് വരുന്ന ന്യൂസാ ഇത്. ഇത് വന്നു കഴിയുമ്പോ എവിടെന്നെങ്കിലും ചെറിയ സഹായങ്ങൾ കിട്ടാതിരിക്കില്ല. ഈ സമയത്ത് ബാലാമണിക്ക് അതൊരു ആശ്വാസമായിരിക്കില്ലേ? നീ ധൈര്യമായിട്ടിരിക്കെ. എവിടെന്നെങ്കിലും ആരെങ്കിലും ഒക്കെ നമ്മളെ സഹായിക്കും. അല്ല ചേച്ചി, ഞാൻ ഡോക്ടറെ ഒന്ന് പോയി കണ്ടാലോ? അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരണേന്ന് ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കാം. അയാളുടെ ഡോക്ടറാണെങ്കിൽ ഒരു മനുഷ്യനല്ലേ? എന്റെ അവസ്ഥ അറിയുമ്പോ ഇത്തിരി കനിവ് കാട്ടാതിരിക്കില്ല. അത് ശരിയാ. ഡോക്ടറോട് നിന്റെ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കും. എല്ലാ ഭാഗത്തു നിന്നും സഹായങ്ങൾ കിട്ടുകയാണെങ്കിൽ കിട്ടും, കിട്ടാതിരിക്കില്ല. ഞാൻ എന്റെ സ്കൂളിലൊന്ന് അവതരിപ്പിച്ച് നോക്കാം. PTA ഇതിനു മുൻപ് 1-2 കുട്ടികൾക്ക് വേണ്ടി സഹായങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. എല്ലാ കുട്ടികളും ടീച്ചേഴ്സും അവരെ സഹായിച്ചിട്ടുമുണ്ട്.
ആ ദിനേശ് ചേട്ടന്റെ സുഹൃത്തുക്കളോടൊക്കെ ദിനേശ് ചേട്ടനെ സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് വേണ്ട തുകയുടെ പകുതി പോലും ഇതുകൊണ്ടൊന്നും കിട്ടില്ല. എല്ലാം ഈശ്വരൻ വിചാരിക്കുന്ന പോലെ തന്നെ നടക്കട്ടെ. നീ വിഷമിക്കാതെ. മാധവന്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു വഴി തുറന്നു വരും. നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും വരാതിരിക്കില്ല. ദൈവമേ, എനിക്ക് എന്റെ മാധവനെ നഷ്ടപ്പെടുത്തരുത്. അവനെ കാത്തോളണ ഈശ്വര. നമ്മൾ ഈ ഡോക്ടറെ ചെന്ന് കാണുന്നോണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് സംസാരിച്ചു നോക്കാം ചേച്ചി. ചിലപ്പോ അദ്ദേഹം നമ്മളെ സഹായിച്ചാലോ? സംസാരിക്കാം, അതിനാണല്ലോ നമ്മൾ വന്നത്. പക്ഷേ പ്രതീക്ഷയൊന്നും വെക്കണ്ട. ഈ സമയത്ത് ചേച്ചി ഇങ്ങനൊന്നും പറയാതെ. എന്റെ ബാലാമണി, മോന്റെ ഓപ്പറേഷന് 36 ലക്ഷം രൂപയാവൂന്ന് അറിഞ്ഞ നിമിഷം നമ്മൾ ഈ ഡോക്ടറെ ചെന്ന് കണ്ടതല്ലേ? എന്നിട്ട് അയാൾ എന്താ പറഞ്ഞത്? ഇപ്പോഴും അത് തന്നെ പറയുള്ളൂ. അല്ലെങ്കിൽ നീ നോക്കിക്കോ. അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. സർ. യെസ്, കം ഇൻ. ആ, എന്തായി? മാധവനെ എന്നത്തേക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റും? എന്താ ബാലാമണി ആൻസർ ഒന്നും ചെയ്യാതെ? ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റാ. നിങ്ങൾ ഈ കുഞ്ഞിന്റെ ജീവൻ വെച്ച് കളിക്കുക, അതോ ഈ സർജറി നടക്കണമെന്നോ ഈ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടണമെന്നോ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ബാലാമണി, എന്താ ഇത്? കരയാതിരിക്കേ ബാലാമണി. ലുക്ക് ബാലാമണി, ഇതൊരു ഹോസ്പിറ്റലാ, ഞാനൊരു ഡോക്ടറും. എന്റെ മുന്നിൽ ഇത്തരം ഡ്രാമകളൊന്നും വേണ്ട. പോയിക്കോളൂ, എനിക്ക് വേറെ പേഷ്യൻസ് ഉള്ളതാ. ഡോക്ടറെങ്കിൽ അമ്മയെ വഴക്കു പറയണ്ട. അമ്മ പാവാ. എനിക്ക് അസുഖമായതുകൊണ്ട് അമ്മ കരയുന്നത്. ബാലാമണി, എന്താ ഇത്? നിങ്ങൾ എന്തിനാ കാണാൻ വന്നേ? ഇങ്ങനെ കരയാതെ കാര്യം എന്താന്ന് വെച്ചാ പറയേ. നീ സംസാരിക്കേ, ഞാൻ മോനെയും കൊണ്ട് പുറത്ത് നിൽക്കാം. വാ മോനെ. ബാലാമണി അവിടെ ഇരിക്ക. പറയാ. സർ, മുട്ടാവുന്ന വാതിലുകളൊക്കെ ഞാൻ മുട്ടി നോക്കി. വെറും സാധാരണക്കാരിയായ ഒരു സ്ത്രീയാ സർ ഞാൻ. 36 ലക്ഷം രൂപ എന്നെ സംബന്ധിച്ചൊരു വലിയ തുകയാണ്. 4-5 കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ച് ആ വരുമാനത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഞാൻ ഇത്രയും വലിയ തുക എവിടെ നിന്നുണ്ടാക്കാനാ സർ? ബാലാമണി, നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ. എന്നെ കൊണ്ട് എന്താ ചെയ്യാനൊക്കെ? മാക്സിമം ചെയ്യാൻ പറ്റുന്നത് 36 ലക്ഷം രൂപയിൽ നിന്നും എൻ്റെ ഫീസ് ഒഴിവാക്കുക എന്നാണ്. എന്നാലും ഈ തുകയിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല. പിന്നെ നിങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ മാനേജ്മെന്റിനോടും പറയാം. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം കാണിച്ച് മാനേജ്മെന്റിന് ഒരു റിക്വസ്റ്റ് ലെറ്റർ കൊടുക്കുക. അവരും ചെറിയ ചെറിയ ചില വിട്ടുവീഴ്ചകൾ ചെയ്യായിരിക്കും. എന്നാൽ പോലും ഒരു 30 ലക്ഷം രൂപയെങ്കിലും നിങ്ങൾ അറേഞ്ച് ചെയ്തേ പറ്റൂ. സാറി പറഞ്ഞ തുകയും അതിന്റെ 2-3 ഇരട്ടിയും നിമിഷങ്ങൾക്കകം അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാലം ഈ ബാലാമണിക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ എന്റെ അവസ്ഥ അതല്ല. ആകെ ഉണ്ടായിരുന്ന കുറച്ച് സ്വർണം പണയം വെച്ചിട്ട് കഴിഞ്ഞ തവണ ഞാൻ ഹോസ്പിറ്റൽ ബില്ല് അടച്ചത്. ഇനി വിൽക്കാനും പണയം വെക്കാനും എന്റെ കയ്യിൽ ഒന്നുമില്ല. അത്ര വലിയൊരു ഗതികേടില്ല ഞാൻ. സാറിന്റെ കാല് പിടിച്ച് ഞാൻ പറയാ, എന്നെ ഒന്ന് സഹായിക്കണം, എന്റെ മോനെ രക്ഷിക്കണം. ബലവണി, ആദ്യം നിങ്ങൾ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കുക. എനിക്കൊന്നും മനസ്സിലാവില്ല സാർ. എന്റെ കുഞ്ഞിന്റെ ജീവൻ അത് നഷ്ടപ്പെടാൻ പാടില്ല.
അങ്ങനെ സംഭവിച്ച ഞാൻ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ചോദിക്കുന്നത് കൊണ്ട് വേറൊന്നും വിചാരിക്കരുത് സർ. ചിലപ്പോ കിഡ്നി ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് പത്രപരസ്യങ്ങളൊക്കെ വരാറുണ്ടല്ലോ. സാറിന്റെ പരിചയത്തിൽ അങ്ങനെ ആരെങ്കിലും ആവശ്യക്കാരുണ്ടോ? എന്റെ മോന് വേണ്ടി ഞാൻ എന്തും ചെയ്യാം. ഈ ശരീരത്തിൽ ഏത് അവയവം വേണമെങ്കിലും ഞാൻ മുറിച്ചു വിൽക്കാം സർ. എനിക്ക് എന്റെ മോന്റെ ഓപ്പറേഷൻ നടന്നാൽ മാത്രം മതി. ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് സഹായിക്കണം സർ. ബാലമണി, ഞാൻ ഹെൽപ്ലെസ്സാ. ദയവ് തന്നെ ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. നിങ്ങൾ പുറത്തു പോകണം. അമ്മേ, വിശക്കുന്നു അമ്മേ. ഇവിടുത്തെ ക്യാൻറ്റീൻ നല്ലതാ. കൊച്ചിന് വല്ലതും വാങ്ങിച്ചു കൊടുക്കാം. നേരെ ഇത്രയായിട്ട് നീയും ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്കൊന്നും വേണ്ട ചേച്ചി. അമ്മ കഴിക്കുന്നില്ലേ ഞാനും കഴിക്കുന്നില്ല. നീ എന്തെങ്കിലും കഴിക്ക്, അല്ലെങ്കിൽ അവനും കഴിക്കില്ല. എന്താ അമ്മേ? ഏയ് ഒന്നുമില്ല മോനെ. പിന്നെ എന്തിനാ അമ്മ കരയുന്നേ? ഏയ് കരഞ്ഞതല്ല, അമ്മയുടെ കണ്ണി പൊടി പോയതാ. നീ ഇങ്ങനെ വിഷമിക്കാതെ. ദൈവം എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ടാവും. എന്ത് മാർഗാ ചേച്ചി? വെറുതെ ഓരോന്നും പറയില്ല ചേച്ചി. ആലോചിച്ചിട്ട് എനിക്ക് ഒരു മനസമാധാനവും കിട്ടുന്നില്ല. ചിലപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ ഹോസ്പിറ്റലുകാർ പബ്ലിസിറ്റിക്ക് വേണ്ടി ഏറ്റെടുത്ത് നടത്താറില്ലേ? നമുക്ക് ഹോസ്പിറ്റൽ മാനേജറുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കിയാലോ? അവരൊന്നും നമ്മളെ സഹായിക്കാൻ വഴിയില്ല ചേച്ചി. ഈ അവസ്ഥയിൽ നിന്റെ മനസ്സ് തളരുകയല്ല വേണ്ടത്. എനിക്കിപ്പോഴും നല്ല പ്രതീക്ഷയുണ്ട്. നിന്നെ സഹായിക്കാൻ എവിടെന്നെങ്കിലും ഒരാൾ വരും. വാ, വന്നെന്തെങ്കിലും കഴിക്ക്. വാ വാ. പത്രത്തിൽ പരസ്യം കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ച ഒരു 5 ലക്ഷം രൂപയെങ്കിലും കിട്ടുമെന്ന്. എവിടെ? 5 ലക്ഷം പോയിട്ട് ഒരു 5000 രൂപ പോലും കിട്ടിയില്ല. ഈ ആൾക്കാരൊക്കെ പേപ്പർ വായന നിർത്തിയോ? പേപ്പറിലെ വാർത്ത കണ്ടിട്ട് എന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി മാധവന് 100 രൂപ തന്നു. അവന് കൊടുക്കാൻ പറഞ്ഞു. എന്റെ കൂട്ടുകാരനും കൊടുത്തിട്ടുണ്ട് 50 രൂപ. 50 100 അല്ല മോളെ അവർക്ക് ആവശ്യം. 36 ലക്ഷം. 36 ലക്ഷം. ഇതേ ലെവലിൽ അധികം നാൾ പോയില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അവള് വല്ല കടുങ്കയും കാണിക്കുന്ന എന്റെ പേടി. മനുഷ്യരുടെ കാര്യമല്ലേ, ഏത് നേരത്തെ എന്താ തോന്നുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും വിധി പോലെ സംഭവിക്കൂ. അവളാകെ വല്ലാത്തൊരവസ്ഥയിലാ. ഇപ്പൊ കുറെ നാളായിട്ട് ഡാൻസ് ക്ലാസ് മുടങ്ങിയിരിക്കല്ലേ. പിന്നെ സ്കൂളിലെ ജോലി ഇനി പ്രതീക്ഷിക്കണ്ട. ഞാൻ ഇന്നലെ അവൾക്കൊരു 1000 രൂപ കൊടുത്തു. പക്ഷേ എപ്പോഴും നമുക്ക് അവളെ സഹായിക്കാൻ കഴിയില്ലല്ലോ. മാധവൻ എന്താ അമ്മേ? അവൻ മരിച്ചു പോവോ? അവൻ പാവ, മരിക്കണ്ട. ആ സ്കൂളിലെ ജോലി കിട്ടിയിരുന്നെങ്കിൽ അവക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റിയേനെ. ഇനിയിപ്പൊ പറഞ്ഞിട്ടെന്താ? അതെന്താ? ബാലാമണി ഇന്റർവ്യൂവിന് വന്നില്ലെന്നേ. പുതിയ ടീച്ചർ ജോയിൻ ചെയ്യാത്തോണ്ട് ഡാൻസ് ക്ലാസ് നിർത്തി വെച്ചിരിക്കുക. 3-4 ദിവസത്തിനുള്ളിൽ അവൾ ചെന്ന് പ്രിൻസിപ്പലിനെ കണ്ടില്ലെങ്കിൽ പ്രിൻസിപ്പൾ വേറെ ആളെ വെക്കും. അത് ചിലപ്പോഴേ അവളുടെ കാര്യം പ്രിൻസിപ്പൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. നീ ഒന്ന് പറഞ്ഞു നോക്ക്. ആ പ്രിൻസിപ്പലിനോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. സിമ്പതി സ്നേഹമൊക്കെ എല്ലാവർക്കും ഉണ്ട്. എന്നുവെച്ച് അവനവന്റെ കാര്യമാണ് എല്ലാവർക്കും വലുത്. നമുക്കും അത് മതി. ഇനി അങ്ങോട്ട് വലിയ സ്നേഹമൊന്നും കാണിക്കാൻ നിൽക്കണ്ട. പിന്നെ നമ്മുടെ തലയിലാവും എല്ലാം. അല്ലെങ്കിൽ തന്നെ ഒരു 100 കൂട്ടം പ്രശ്നങ്ങളാ. അതിന്റെ ഇടയിലാ ഇനി ഇതും കൂടെ. ഇനി ദൈവദോഷം പറയാതെ നമുക്കിങ്ങനൊരു അവസ്ഥ വന്നിരുന്നെങ്കിൽ എന്തു ചെയ്യായിരുന്നു? നമ്മുടെയും ഗതി ഇത് തന്നെയായിരിക്കും. അല്ലാതെ പിന്നെ ശരി, എന്നാ ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല. എന്താ അതുപോലെ? പോകാതിരിക്കൊന്നും വേണ്ട. എല്ലാത്തിനും ഒരു ലിമിറ്റ് കൊടുത്താൽ മതി. മക്കളെ, ഞാനും അച്ഛനും ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും മക്കൾ മാധവനോടും മാധവന്റെ അമ്മയോടും പറയരുത്, കേട്ടല്ലോ? ഞാൻ പറയും. ദേ പറയാൻ പാടില്ല. ഞാൻ പറയുമെന്ന് പറഞ്ഞാ പറയും. പറഞ്ഞ നിന്നെയൊക്കെ ഞാൻ കൊല്ലും. പറയും പോലും. പഠിച്ചോ ഇരുന്ന്.
അതെ, നിങ്ങൾ കൂടുതൽ ആലോചിച്ച് തല പുണ്ണാക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അവളുടെ എല്ലാ കാര്യത്തിനും നിൽക്കും. പക്ഷേ കാശ് കളയുന്ന യാതൊരു സഹായവും ചെയ്യുന്നില്ല. കേട്ടല്ലോ? എന്താ അമ്മ ഉണ്ടാക്കുന്നേ? മോൻ എപ്പോഴും പറയാറില്ലേ മോന് പായസം കഴിക്കാൻ കൊതിയാവുന്നു? മോന് വേണ്ടി അമ്മ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഹായ്, പായസോ? ഇന്നെന്താ എന്റെ പിറന്നാളാ? വേണ്ട അമ്മേ. അമ്മയല്ലേ പറഞ്ഞത് മധുരം അധികം കഴിച്ചാ പല്ലൊക്കെ പുഴുത്തു പോവൂന്ന്. ഇപ്പൊ മോൻ ശർക്കരയും മിഠായും കുറെ കഴിക്കാറില്ലല്ലോ. ഇനി അമ്മ പറ, മാധവൻ അനുസരണയുള്ള കുട്ടിയല്ലേ? പിന്നല്ലാതെ അമ്മയുടെ മാധവൻ അനുസരണയുള്ള നല്ല മിടുക്കൻ കുട്ടിയാണെന്ന് അമ്മയ്ക്കറിയാലോ. എന്നാലും നീ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കഴിക്ക. നിനക്കിത് ഒരുപാട് ഇഷ്ടല്ലേ? ഇനി ചിലപ്പോ എന്റെ മോനത് കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ?